നടൻ ദിലീപ് അറസ്റ്റിലായിരിക്കുന്നു. അയാൾ നായകവേഷം അഴിച്ചുവെച്ച് പ്രതിനായക വേഷത്തിലെത്തുന്നു. അറിയുന്നവരെല്ലാം ഒരു വിനാഴികയ്ക്കിടെ ഇതുപോലെ ഒരാളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവില്ല. സൈബർ ലോകം കൂർത്ത ചിരികളോടെ ദിലീപിന്റെ പതനം ആഘോഷിച്ചു. പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ. ദിലീപിനെതിരെ മൊഴി നൽകി നടൻ അനൂപ് ചന്ദ്രൻ. ഒരു വൈരാഗ്യ ബുദ്ധി ദിലീപിന് എപ്പോഴും മനസ്സിലുണ്ട്. ഞാൻ പറയുന്ന ആനപ്പക മനസ്സിൽ വെക്കുന്ന ഒരാളാണ് ദിലീപ്. ചോരയുടെ മണം കേട്ട് പിരാന മീനുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. രാമലീല തിയേറ്ററിലെത്തിയാൽ കാണില്ലെന്ന പ്രഖ്യാപനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പുറത്തും ശക്തമാണ്. മലയാളി, താങ്കൾ ഈ സിനിമ കാണുമോ? പക്ഷേ ആ മീനുകൾക്കറിയില്ല, ആ ചോര അവരെ വേട്ടയാടുന്ന ശ്രാവിന്റെ ചോരയാണ്. ബോംബെ എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് റോഡുകളിലൂടെ നടന്നവരെയെല്ലാം അവൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവരെല്ലാം അതേ റോഡുകളിലിട്ട് തന്നെ അവൻ വെട്ടിക്കൊല്ലും. പോലീസിന്റെ ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ളവൻ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവൻ ആളിക്കത്തിക്കൊണ്ടിരിക്കും. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല, അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണ്. ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിക്കൊന്നല്ലേ അറിയൂ. ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫ് കോമഡി അല്ല സാറേ. ആരാണ് ആ വ്യക്തി? അയാൾ ഹീറോ ആയിരുന്നോ അതോ വില്ലനായിരുന്നോ? എന്താണ് അവിടെ നടന്നത്? എല്ലാം എനിക്ക് വിശദമായിട്ട് അറിയണം. നിങ്ങളുടെ കാലശേഷം ഈ KG തമിഴ് വിൽസ് രാക്ഷസ നടികൻ. Whoever stands next to him, he will finish them off. Such a great actor. It's such a joy to watch. Class act has been an inspiration ever since. പരകായ പ്രവേശങ്ങൾക്കായി ഇത്രയേറെ പ്രയാസപ്പെട്ട മറ്റൊരു നടൻ നമുക്കില്ലേയില്ല. അവയിൽ ചിലത് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച പകർന്നാട്ട പ്രകടനങ്ങളായി. പ്രതിസന്ധിയിലും ദശാസന്ധിയിലും ഒക്കപ്പെട്ട് മലയാള സിനിമ മുട്ടിലെഴയുമ്പോഴും ഈ നടന്റെ ചിത്രങ്ങൾ മിന്നൽ നേട്ടങ്ങൾ കൊയ്തു. ഒരു കാര്യം കൂടി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആവാം, പക്ഷേ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. നിങ്ങളുടേത് മാത്രം.